മക്കൾ രാഷ്ട്രീയത്തെ എതിർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വന്തം മന്ത്രിസഭ തന്നെ വെല്ലുവിളിയായിരിക്കുന്നു. 71 പേരടങ്ങുന്ന മോദി മന്ത്രിസഭയിൽ 15 പേരും മക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നവരാണ്. എച്ച്.ഡി. ദേവഗൌഡയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന എച്ച്.ഡി. കുമാരസ്വാമി മുതൽ മുൻ മന്ത്രി വേദ് പ്രകാശ് ഗോയലിൻ്റെ പുത്രൻ പീയൂഷ് ഗോയൽ വരെ ആ പട്ടിക അങ്ങനെ നീണ്ടു പോകുന്നു. മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളെ രൂക്ഷമായായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരുന്നത്. മക്കൾ രാഷ്ട്രീയം അഥവാ പരിവാർവാദ് ജനാധിപത്യത്തിന് ഭീഷണിയെന്നാണ് മോദിയുടെ വാദം. എന്നാൽ ഇനി മുതൽ പ്രതിപക്ഷത്തിനും മോദിക്കെതിരെ മക്കൾ രാഷ്ട്രീയത്തിൽ പ്രതിരോധ കോട്ട തീർക്കാം. മോദി സർക്കാരിന്റെ 71 അംഗ മന്ത്രിസഭയിൽ 15 പേർ മക്കൾ രാഷ്ട്രീയത്തിലൂടെ ഇടം പിടിച്ചവർ. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയുടെ മകനും കർണാടക മുഖ്യമന്ത്രിയുമായിരുന്ന എച്ച്.ഡി. കുമാരസ്വാമി, മുൻ കേന്ദ്രമന്ത്രി അജിത് സിംഗിന്റെ മകനായ ജയന്ത് ചൌധരി, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ, രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ രാംനാഥ് ഠാക്കൂർ, ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബീരേന്ദ്ര സിംഗിന്റെ മകൻ ഇന്ദ്രജിത് സിംഗ്, വാജ്പേയി മന്ത്രിസഭാംഗമായിരുന്ന വേദ് പ്രകാശ് ഗോയലിന്റെ മകൻ പീയൂഷ് ഗോയൽ, കെ ഏരൻ നായിഡുവിന്റെ മകൻ രാംമോഹൻ നായിഡു, ദേവേന്ദ്ര പ്രധാന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാൻ, അപ്നാദൾ മുൻ അധ്യക്ഷ കൃഷ്ണ പട്ടേലിന്റെ മകൾ അനുപ്രിയ പട്ടേൽ, യു.പിയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ വെടിയേറ്റു മരിച്ച ഓം പ്രകാശ് പാസ്വാന്റെ മകൻ കമലേഷ് പാസ്വാൻ, റിഞ്ചിൻ ഖാറുവിന്റെ മകൻ കിരൺ റിജിജു. അങ്ങനെ നീളുന്നു മക്കൾ രാഷ്ട്രീയത്തിലൂടെ മോദി മന്ത്രിസഭയിൽ ഇടം പിടിച്ചവർ. തെലങ്കാനയിലടക്കമുള്ള പ്രചാരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചത് മക്കൾ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണ്. ഇനി മുതൽ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് തുടർ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. 24 ഡൽഹി. ബഷീർ കെയുടെ ഒരു യൂട്യൂബ് അഭിപ്രായം വന്നിട്ടുണ്ട്. ഇടവേളയ്ക്കെതിരെ ഞാൻ വിമർശനം ഉന്നയിച്ചതുകൊണ്ടാണോ എൻ്റെ മെസ്സേജുകൾ ഇപ്പോൾ വായിക്കാത്തതെന്ന് ചോദിക്കുന്നു. എനിക്കും ആ വിമർശനമുണ്ട് ഇടവേളയെക്കുറിച്ച്. പക്ഷേ കട തുറന്നു വെച്ചിരിക്കുകയല്ലേ, കച്ചവടം നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടവേള ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ബഷീർ ആരോഗ്യകരമായ വിമർശനങ്ങൾ, അതായത് അശ്ലീലം ചേർക്കാതെ വിമർശനങ്ങൾ പറയുന്ന ഏതും എനിക്ക് സ്വീകാര്യമാണ്. ശീലമല്ലാത്തത് കണ്ടാൽ എന്തോ മനസ്സിനൊരു വല്ലാത്ത മനംപുരട്ടൽ ഫീൽ ചെയ്യും, ഒരു വോമിറ്റിംഗ് സെൻസേഷൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് അയക്കാതിരിക്കുക. ബാക്കി എന്തയച്ചാലും നമുക്ക് സൂപ്പറായിട്ട് കൊണ്ടുനടക്കാം. അത് ടെൻഷനില്ല. വിമർശനങ്ങൾ ഞാൻ സർവ്വശക്തിയും എടുത്ത് സ്വീകരിക്കും.